വെൽക്കം ടു മോൾ മാതീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമ്മൾ പാൻ ഗ്രിൽഡ് സാൽമണും ഗ്രിൽഡ് വെജിറ്റബിൾസും പൊട്ടാറ്റോ ഇൻ വൈറ്റ് സോസ് ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഒരു കംപ്ലീറ്റ് മീലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യം നമുക്ക് ഈ സാൽമൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ നീളത്തിൽ വലിയ കനമില്ലാതെ 3 പീസ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി പൗഡർ, ഒലിവ് ഓയിൽ, കുറച്ച് ഉപ്പ്. ഒന്നര സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ പോലും വേണ്ട ഇഞ്ചിപ്പൊടി വളരെ കുറച്ച് മതി. കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പൊടി ചേർക്കണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുത്താൽ മതി. ഉപ്പ്, കുറച്ച് ഒലിവ് ഓയിൽ, ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത്തിരി വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിക്കാം. അരമണിക്കൂർ നമുക്കിതൊരു മാരിനേഷന് വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ക്യാരറ്റും അസ്പരാഗസും ഒണിയൻ ലീവ്സും എടുത്തിരിക്കുന്നത്. പയറോ ബീൻസോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വെജീസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഒലിവ് ഓയിലും ലെമണും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഗ്രിൽ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ആ എണ്ണ അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് പച്ചയ്ക്ക് തന്നെ തിന്നാവുന്ന വെജിറ്റബിൾസാണ്. അതുകൊണ്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്,
ഇത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ജ്യൂസിനെസ്സും ക്രിപ്സിനെസ്സും പോവും. അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് സൈഡ് ഡിഷായ പൊട്ടാറ്റോ ഇൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയില, 1 സവാള, 5 വെളുത്തുള്ളി, ഒലീവ് ഓയിലിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതി. കുരുമുളക് പൊടി, മയനൈസ്, സോർ ക്രീം ഇല്ലെങ്കിൽ യോഗർട്ട് യൂസ് ചെയ്താലും മതി. ഉപ്പ്. ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാൻ ചൂടായതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലിന് പകരം ബട്ടർ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കുറച്ചുപ്പ്, ഇത് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പൊട്ടാറ്റോ ചേർക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മയനൈസ് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ സവർ ക്രീം ചേർക്കാം. സവർ ക്രീം ഇല്ലെങ്കിൽ തൈര് ചേർക്കാം. സോസിലൊക്കെ ഉപ്പുള്ളത്, അതുകൊണ്ട് ഉപ്പ് നോക്കി കുറച്ച് ഉപ്പുകൂടി ചേർക്കാം. ഇങ്ങനെ പൊട്ടാറ്റോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നല്ല ഇഷ്ടമാണ്. എന്നാൽ വളരെ ഈസി അത് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് ഓണിയൻ ലീവ്സ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഗ്രിൽഡ് സാൽമൺ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ 2 സൈഡ് ഡിഷ് ഉണ്ട്. ഗ്രിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, പൊട്ടാറ്റോ ആൻഡ് വൈറ്റ് സോസ് ഉണ്ട്.
വളരെ ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്, എന്നാൽ നല്ല ഈസിയുമാണ് ഉണ്ടാക്കാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇനിയും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.